കല്ലു ഒരു ഹായ് പറഞ്ഞേ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഓണായിട്ട് ചേട്ടൻ നോക്കണ് ഇതിന്റെ ഇടയിൽ കൂടെ ഇവിടെ എന്നിട്ട് തന്നെ ഇരുന്ന് കലവില പറയണെന്ന് വെച്ചിട്ടാണോ ചേട്ടാ? ബലം പിടിക്കുന്നുണ്ടാ? ഭയങ്കര ബലം പിടുത്തല്ലേ ചേട്ടാ കാണാന്? പിടിച്ചിട്ട് ഭയങ്കര ബലം പിടുത്താ. കടയിലൊക്കെ കൊണ്ടുപോയിട്ട് വേണ്ട, അല്ലെങ്കിൽ നമ്മ ഒന്ന് ഒതുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒതുങ്ങാറുണ്ട്. ഇത് നമ്മ എത്ര ഒതുക്കിയിട്ട് ഒതുങ്ങണില്ല ചേട്ടാ. ഇന്ന് അല്ലെങ്കിൽ നമ്മ ഒന്ന് ഒതുക്കി കൊടുത്തു കഴിഞ്ഞാൽ അവനിങ്ങനെ ഒതുങ്ങാറുണ്ട്. ചേട്ടനെ എവിടെ നിന്ന് മനസ്സിലായില്ല തോന്നുന്നില്ല ഞാൻ വീഡിയോ എടുക്കണെന്ന്. ചേട്ടൻ വെച്ച് ഇവിടെ എന്നിട്ട് അങ്ങോട്ട് നോക്കിയിട്ടിരുന്ന് ഇങ്ങനെ ഓരോന്ന് പറയണേ. ആ ക്യാമറ അവിടെ ഉണ്ട്. അപ്പൊ ഓണായിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ഇടണല്ലോ എന്ന് വെച്ചിട്ട് നമ്മുടെ ഉത്രാടത്തിന്റെ അന്ന് രാത്രി വന്നിട്ടാ ഞങ്ങൾ ഇവിടെ ഭയങ്കര പൂവിന്റെ പണിയില്ല. മറ്റേ പൂക്കളിടാനുള്ള പരിപാടിയില്ല. അപ്പൊ നമുക്ക് ഇത്രയും ഉണ്ട് കേട്ടോ തുമ്പപ്പൂവ്. ഞങ്ങൾ ഇന്ന് ടൗണിൽ പോയപ്പോഴാ തുമ്പപ്പൂവ് വിൽക്കാനായിട്ട് ആളുകൾ എത്ര രൂപയാന്ന് അറിയില്ലല്ലേ, പൈസയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു തുമ്പപ്പൂവിന്. പക്ഷെ ഇത് അച്ഛൻ ഇന്നലെ കൊണ്ടുവന്നത് കാരണം നമുക്ക് ഇങ്ങനെ കിട്ടി. പൂവ് വളരെ കുറവായി പോയിട്ട് ഞങ്ങൾ വാങ്ങിയത്. കഴിഞ്ഞ വർഷത്തിലും കൂടുതലുണ്ടായിരുന്നു കേട്ടോ പൂവ്, അല്ല കണ്ണ? എന്നാലും നമുക്കൊരു കുഞ്ഞു പൂക്കളിടാം. കണ്ണനിടില്ലേ ബലം പിടിക്കുന്നു നോക്കിയേ, ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് ആദ്യമൊക്കെ ഞാൻ എനിക്ക് കണ്ണൻ്റെ അടുത്ത് എങ്ങടെങ്കിലും പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ തോന്നിയില്ല. അപ്പൊ ഞാൻ വിചാരിക്കാറുണ്ടാവും വലുതാകുമ്പോഴായിരിക്കും നമുക്ക് ബുദ്ധിമുട്ടാവുക എടുക്കാനൊക്കെ, വെയിറ്റും കാര്യം. ഇതല്ല, അവന്റെ വണ്ണവും വലുപ്പം ഒന്നും അല്ല പ്രശ്നം, ആളീ ബലം. വിട് 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 ചേട്ടനെ തള്ളിയിടാൻ നോക്കി കടയിൽ വെച്ചിട്ട്. പിടിച്ചിട്ട് കിട്ടണില്ലെന്ന്. എനിക്ക് പിടിച്ചിട്ട് കിട്ടണില്ല. ഓക്കെ, ചേട്ടനൊക്കെ എന്നെക്കാളൊക്കെ എന്തൊരു ആരോഗ്യമുള്ളതാ. ചേട്ടനൊന്നും പിടിച്ചിട്ട് നമുക്ക് അവനെ ഒതുക്കാൻ പറ്റില്ല, അല്ല കണ്ണ? യെസ് ഗേസ്, അതെ ഗേസ്. അല്ല കണ്ണ കാണിക്കി നോക്കിയേ, കാണിക്കി നോക്കിയാ മോനെ ഇവിടെ ഇരിക്കുക. വന്നിട്ട് വാ, ഇവിടെ വാ, ഇവിടെ ഇരിച്ചി, ഇവിടെ ഇരിച്ചി. ഇവിടെ ഇരുന്നിട്ട് പൂവൊക്കെ മുറുക്കി. ഇപ്പൊ തന്നെ 8:30 ആയിട്ടാ. നമുക്ക് വേഗം പൂക്കളിട്ടിട്ട് അതില് പൂ കൊടുക്കണ്ട. വല്ല പെണ്ണുങ്ങൾക്ക് കൊണ്ടു കൊടുക്കും. അവൻ വല്ല പെണ്ണുങ്ങൾക്ക് കൊണ്ടു നോക്കും. കത്രിക കത്രിക പിച്ചോ പിച്ചോ. അയ്യേ, ഉണ്ടമല്ലി ഒന്നല്ല കൊടുക്ക. റോസാപ്പൂ അങ്ങ് എടുത്ത് വല്ല പെണ്ണുങ്ങൾക്ക് കൊടുക്ക്. ഉണ്ടമല്ലി കൊണ്ടുകൊടുത്ത പെണ്ണുങ്ങൾ നിന്നെ ഓടിക്കും. റോസ് കൊടുക്ക്. ഇവൾക്ക് കൊടുക്കണ്ടേട്ടാ കണ്ണാ, ഇവണിന് കൊടുക്കണ്ടേട്ടാ. ഞങ്ങക്ക് നല്ല നല്ല വരലിനിടെ വെച്ചെടുത്താന്ന് അവിടെ നല്ല വർക്കായിട്ട് അടിച്ചുകൊണ്ട് കൊടുത്താന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് I love you. Thanks. I love you. കുഞ്ഞിത്തങ്ങളോട് I love you. I love you മുത്തേ. I love you മുത്തേ. Thank you. Thank you. എല്ലാവരുടെ ഓണാശംസകൾ പറഞ്ഞേ. ഹാപ്പി ഓണം പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ കാണില്ല, കണ്ട മുന്നിൽ വന്നത്. അപ്പോൾ കല്യാണിയാണെങ്കിലേ ആദ്യമായിട്ടാണ് തോന്നുന്നു ഇങ്ങനെ ആർപ്പ് വിളിക്കുന്നതൊക്കെ. നമ്മ ഓണത്തിന് ആർപ്പ് വിളിക്കില്ലേ, ആർപ്പോ അങ്ങനെയൊക്കെ. ആർപ്പോ ഹീറോ ഹീറോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമൊക്കെ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ് കല്യാണിയുടെ കലപിലയാണ്. അത് കണ്ടുല്ലോ. ഫസ്റ്റൊക്കെ തന്നെ എന്നെ കൊണ്ടൊന്നും പറയാൻ സമ്മതിപ്പിക്കുന്നില്ല ആളിങ്ങനെ കലപില കലപില പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് കട്ട് ചെയ്തത്. അപ്പോൾ ആളിങ്ങനെ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ക്യാമറയുടെ മുന്നിലൊക്കെ വന്ന് നിന്നിട്ട് അച്ഛൻ ബഹളമൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ വോയിസ് ഒന്നും നിങ്ങൾക്ക് ക്ലിയർ ആവില്ലേ. കണ്ണൻകുട്ടിയുടെ മുന്നിലൊക്കെ വന്ന് നിന്നിട്ടാണ് കേട്ടോ ആൾ സർക്കസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് പൂക്കളൊക്കെ ഇടണം. അപ്പോൾ ചേട്ടനും ഹെൽപ്പ് ചെയ്യാനൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്കപ്പോൾ ഞങ്ങളപ്പോൾ ടൗണിൽ പോയേക്കായിരുന്നു പൂവൊക്കെ വാങ്ങാനൊക്കെ ആയിട്ടേ. അതൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോൾ ചേട്ടനും കൂടെ ഹെൽപ്പ് ചെയ്തു. പൂക്കളിടാൻ വലിയ പണിയൊന്നുമില്ല, ഇതൊക്കെ നുള്ളിപ്പറക്കി എടുക്കാനൊക്കെയാണ് പാട് മുഴുവൻ. അപ്പോൾ കണ്ണൻകുട്ടി ഇങ്ങനെ കല്യാണിയുടെ ഓരോ സർക്കസുകൾ കണ്ടിങ്ങനെ ഇരിക്കും.
ഇരിക്കുകയായിരുന്നേ. അപ്പോൾ ഓണായിട്ടൊരു വീഡിയോ ഇടണമല്ലോ രാവിലെ തന്നെയെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ആരും അറിഞ്ഞില്ല കേട്ടോ. ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വെച്ചതും മൈക്കൊക്കെ സെറ്റാക്കിയതൊന്നും അറിഞ്ഞിട്ടുണ്ടായില്ല. ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ക്യാമറയിലേക്ക് നോക്കി സംസാരിക്കുന്നത് കണ്ടപ്പോൾ ചേട്ടൻ ഇതെന്താ ഇതെന്ന് വെച്ചാൽ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടിയുടെ വക അവൻ്റെ അഭ്യാസങ്ങൾ, അവന് ഞാൻ അങ്ങോട്ട് ഇങ്ങനെ ഇരുത്താനും ഇതൊക്കെ നോക്കുമ്പോൾ ആൾ തുമ്പപ്പൂവൊക്കെ എടുത്തിട്ടാണ് പൊന്തുന്നത്. ആളും ഭയങ്കര സന്തോഷത്തിൽ, എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മൊത്തത്തിൽ. പക്ഷേ വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഓണം, വിഷു എന്നൊക്കെ പറയുമ്പോൾ സന്തോഷമാണല്ലോ. പിന്നെ കല്യാണിയാണെങ്കിൽ ആൾക്ക് കുറേ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് പറയാം, വേഗം റെഡിയാക്കുക, എന്നിട്ട് വേണം എനിക്ക് കണി കാണാനായിട്ട്. അങ്ങനെയൊക്കെയാണ് ആൾ പറഞ്ഞു നിൽക്കുന്നത്. അയ്യോ, സത്യം പറഞ്ഞാൽ ചിരിച്ചിരിച്ച് ചാവൂട്ടോ കല്യാണിയുടെ ചില നേരത്തെ ഓരോ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ. ആളുടെ ഓരോ പാട്ടുകളും അതുപോലെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ചിരി വന്ന് പോകട്ടോ. കണ്ണനെ പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ണൻ ചിരിച്ചിരിച്ച് ഒരു എന്താ പറയുക, ഒരു വഴിക്കായിട്ടുണ്ട്. അതുപോലെയാണ് ആളിങ്ങനെ. ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ വിചാരിക്കട്ടെ, ഈശ്വര കല്യാണിയും കൂടെ നമ്മുടെ ലൈഫിലില്ലായിരുന്നെങ്കിലേ, ഞങ്ങൾ ഒരു 5 വർഷത്തോളം കഴിഞ്ഞിട്ടാണല്ലോ കല്ല് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ബോറടിയായി പോവായിരുന്നു ഞങ്ങളുടെ ലൈഫ്. പിന്നെ ഞങ്ങളെല്ലാവരും ഓണമൊക്കെ കൊണ്ട് പൂക്കളൊക്കെ ഇട്ട് ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരും കൂടെ ആയപ്പോഴേ. പണ്ട് കഴിഞ്ഞ വർഷം മുന്നേ വരെ ചേട്ടൻ മിക്കപ്പോഴും ഉണ്ടാവാറില്ല കൊടകരയൊക്കെയുള്ള. അപ്പോൾ ഇവിടെ വന്നേ പിന്നെ ചേട്ടന് എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ കൂടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആൾക്ക് അങ്ങനെ ഞാനും കണ്ണൻ തന്നെയുള്ളപ്പോൾ ആൾക്കും ഈ പറഞ്ഞതുപോലൊരു ബോറടി. ഇപ്പോൾ പിന്നെ എല്ലാ കുസൃതികൾക്കും കല്യാണിയും കൂടി ഉണ്ടല്ലോ കൂടെ. അപ്പോൾ നാലാളും കൂടി ആകുമ്പോൾ നല്ല രസമൊക്കെയാണ് പൂക്കളൊക്കെ ഇട്ട് ഓണമൊക്കെ കൊണ്ടപ്പോൾ. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ടാറ്റാ, ബൈ ബൈ.